ചിലപ്പോഴെങ്കിൽ ജീവിതത്തിലൊന്ന് തിരികെ പോകണമെന്ന് തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒന്നും മാറ്റാനോ തിരുത്താനോ അല്ല, ചിലതൊക്കെ ഒന്നുകൂടി അനുഭവിക്കാൻ ഒരു ചെറിയ ആഗ്രഹം. മാൽച്ചിറയുടെയും കമൽച്ചിറയുടെയും കൈപിടിച്ചിട്ട് ഈ അമ്പലപ്പറമ്പിൽ മുഴുവൻ ഓടി നടക്കണം. കല്ലിലെ കാല് തട്ടി വീണിട്ട് മുട്ടിൽ ചോര പൊടിയുമ്പോൾ തൻ്റെ മുണ്ടിൻ്റെ അറ്റം കൊണ്ട് കാലിൻ്റെ മുട്ടിൽ തുടച്ചിട്ട് സ്നേഹത്തോടെ ശകാരിക്കുന്ന മാൽച്ചിറയുടെ മുഖം ഒന്നുകൂടി കാണണം. പഴയ ആ സ്കൂൾ കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകാനൊരു മോഹം. ചെറിയ കുട്ടിയാവാനല്ല, പിന്നീട് കാണാൻ പറ്റാത്ത കുറച്ച് ഫ്രണ്ട്സിനെ ഒന്നുകൂടി കാണണം, അവരുടെ കൂടെ കുറച്ച് സമയം ചെലവഴിക്കാം. ആ കോളേജ് കാലഘട്ടത്തിലേക്ക് അതിലേക്കൊന്ന് തിരിച്ചു പോകണമെന്ന് ആഗ്രഹമുണ്ട്. വേറൊന്നിനും വേണ്ടിയല്ല, പഠിച്ചതൊക്കെ ഒന്നുകൂടി വൃത്തിയായി പഠിച്ചുകൂടായിരുന്നോ എന്നൊരു തോന്നൽ. എൻ്റെ ആദ്യത്തെ ശമ്പളം, അതായത് CA ആർട്ടിക്കിൾഷിപ്പിന് ചേർന്നപ്പോഴുള്ള ആദ്യത്തെ സ്റ്റൈപ്പൻഡ് വെറും 250 രൂപയായിരുന്നു. അത് അമ്മയുടെ കയ്യിൽ കൊണ്ടു കൊടുത്തപ്പോൾ ഉണ്ടായിരുന്ന അമ്മയുടെ സന്തോഷം അതൊന്നുകൂടി അനുഭവിക്കാൻ. നിശ്ചയം കഴിഞ്ഞിട്ട് കല്യാണം ആവുന്നവരെ ഉണ്ടായിരുന്ന ഒരു 6 മാസത്തെ കോട്ട്ഷിപ്പ് ടൈം, കത്തെഴുത്തും ഫോൺ വിളിയൊക്കെ ആയിട്ടുള്ള ആ ചെറിയ റൊമാൻറ്റിക് പീരീഡ് അതൊന്നുകൂടി അനുഭവിക്കാൻ ഒരു ചെറിയ ആഗ്രഹം. മക്കളുടെ റൂമിലെ കിടക്കവിരികളൊന്നും ഒരു ചുളിവുമില്ലാണ്ട് കിടക്കണ കാണുമ്പോൾ ചിലപ്പോഴെങ്കിലും അവരുടെ ചെറുപ്പകാലത്തേക്കൊന്ന് പോകാൻ തോന്നും. അവർ വലിച്ചു വാരിയിട്ട കളിപ്പാട്ടങ്ങളൊക്കെ അതേപോലെ കിടന്നോട്ടെ, കുഴപ്പമില്ല, അമ്മ എടുത്തു വെച്ചോളാം, ഇഷ്ടം പോലെ എന്താച്ചാ വരച്ചോളൂ, ഒരു കുഴപ്പമില്ല എന്ന് പറയാനൊരാഗ്രഹം. അങ്ങനെ എൻ്റെ കുറച്ച് കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളുമായി ഞാൻ 2025 കടക്കുകയാണ്. എല്ലാവർക്കും നവവത്സര ആശംസകൾ.